ഇറാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും. ഇറാന്റെ വ്യോമ അതിർത്തിയിൽ പാശ്ചാത്യ ഏജൻസികൾ അസാധാരണമായ നീക്കങ്ങൾ കണ്ടെത്തിയതായി വിവരങ്ങൾ. വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഇറാനെ സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയവുമായും തകർത്ത് മുട്ടുകുത്തിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുടെ വെബ്സൈറ്റിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ ഭീഷണിയിലാണ് എന്ന സൂചനകൾ നൽകുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അമേരിക്കയും ഇസ്രയേലും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഇറാന്റെ നിലനിൽപ്പിന് നേരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 1980കളിലെ ഇറാഖുമായുള്ള 8 വർഷത്തെ യുദ്ധം നമുക്കറിയാം. അതിനേക്കാൾ ദുഷ്കരമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് പെസഷ്കിയാൻ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് മിസൈലുകൾ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടെ തിരിച്ചടിക്കണമെന്നും വ്യക്തമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ കോണുകളിൽ നിന്നും അവർ നമ്മെ വളയുകയാണ്. ഉപരോധങ്ങളിലൂടെ ശ്വാസം മുട്ടിച്ചും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയും നമ്മെ ഇല്ലാതാക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമം. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ വീണ്ടും UN ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ വ്യോമാതിർത്തിയിൽ പാശ്ചാത്യ ഏജൻസികൾ അസാധാരണമായ നീക്കങ്ങൾ കണ്ടെത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ഇറാൻ നടത്തുന്ന മിസൈൽ പരിശീലനങ്ങൾ ഇസ്രായേലിന് നേരെയുള്ള അപ്രതീക്ഷിത ആക്രമണത്തിന്റെ മുന്നോടിയാണ് എന്ന് ഇസ്രായേൽ ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ US കമാൻഡിന് മുന്നറിയിപ്പ് നൽകി. തകർന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നന്നാക്കിയും ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനം വർദ്ധിപ്പിച്ചും ഇറാൻ തിരിച്ചടിക്കാനുള്ള ഒരുക്കങ്ങൾ കൂട്ടുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് ലോകശക്തികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ഇറാനെ തളയ്ക്കാൻ പാശ്ചാത്യ ലോകം ശ്രമിക്കുമ്പോൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുക്കുകയാണ് ആ രാജ്യം. നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ വരും ദിവസങ്ങളിൽ ലോകം കാണാനിരിക്കുന്നത് ഇതിലും വലിയൊരു ദുരന്തമായിരിക്കും. ഇറാന്റെ ഈ സമ്പൂർണ്ണ യുദ്ധ ആരോപണം വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉപജീവന മാർഗം, സംസ്കാരം, രാഷ്ട്രീയം, സുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ ഇപ്പോൾ അവർ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ ആയുധങ്ങളുടെയും ആളുകളുടെയും കാര്യത്തിൽ അവരുടെ മുൻ ആക്രമണങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ വളരെ ശക്തരാണെന്നും അതിനാൽ അവർ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അവർക്ക് ശക്തമായ പ്രതികരണം ലഭിക്കുമെന്നും പ്രസിഡന്റിനൊപ്പമുള്ള ഇറാനിയർ ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച ഫ്ലോറിഡയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്ന സമയത്താണ് പെസഷ്കിയാന്റെ അഭിമുഖം എന്നതും ശ്രദ്ധേയം. അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി നെതന്യാഹു അമേരിക്കൻ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ജൂണിൽ നടന്ന സൈനിക നടപടികളെക്കാൾ ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ, നയതന്ത്ര സമ്മർദ്ദം എന്നിവയിലൂടെ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് US ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.